ഇന്ന് നമുക്ക് സ്റ്റീംഡ് മോമോസും ഈസി ആയിട്ടുള്ള ചട്നിയും നല്ല അടിപൊളി ടേസ്റ്റുള്ള സെഷ്വാൻ മോമോസും തയ്യാറാക്കാം. ആദ്യം നമുക്ക് മോമോസിനുള്ള മാവ് റെഡിയാക്കാം. 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു അളവിൽ സാധാരണ വലുപ്പത്തിലുള്ള 30-35 മോമോസ് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഓയിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയും കുറച്ച് വെള്ളം ചേർത്ത് പൊടി കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനേക്കാൾ നല്ല കട്ടിയിൽ വേണം ഈ മാവ് കുഴച്ചെടുക്കേണ്ടത്. വെള്ളം ഒട്ടും കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മോമോസ് ഉണ്ടാക്കുമ്പോൾ ആ ഷേപ്പ് ശരിയായി കിട്ടത്തില്ല. മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഓയിൽ തൂത്ത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കണ്ട് മോമോസിനുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. ഫില്ലിങ്സിന് വേണ്ടി 300 ഗ്രാം ബോൺലെസ് ചിക്കന് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അരച്ചെടുത്ത ചിക്കനിലേക്ക് ചെറുതായി എരിഞ്ഞ ഒരു സവോള, എരിവിനനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ സോയാ സോസ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഓയിൽ ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കരുത്. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ വേണം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫില്ലിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോമോസ് റെഡിയാക്കി എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റ് കൊണ്ട് മോമോസ് നമുക്ക് വെന്ത് കിട്ടും. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മോമോ ചട്നിയും സെഷ്വാൻ ചട്നിയും റെഡിയാക്കി എടുക്കാം. ഇത് 2 ചട്നിക്കും വേണ്ടിയുള്ള വറ്റൽമുളക് നന്നായി കഴുകി അരമണിക്കൂറായിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. 2 ചട്നിക്കുമുള്ള മുളക് ഒന്നിച്ചാണ് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത്. ഇനി മോമോ ചട്നിക്കുള്ള 2 തക്കാളി കൂടി അടിവശത്തെ കട്ടിയുള്ള ഭാഗമൊക്കെ കളഞ്ഞ് നമുക്ക് ഈ മുളകിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഇപ്പം നന്നായിട്ട് വെന്ത് തൊലിയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. മുളകും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ആദ്യം സെഷ്വാൻ ചട്നിക്കുള്ള മുളക് ഒന്ന് അരച്ചെടുക്കാം. ഒരു 25ഓളം മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ നല്ല തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കേണ്ടത്. ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് ജാറിലുള്ളത് മുഴുവനായിട്ട് നമുക്ക് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഒരു പാനിൽ എണ്ണ ചൂടാക്കിയെടുക്കാം. വെജിറ്റബിൾ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞൊരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒന്നിളക്കിയതിന് ശേഷം 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. നന്നായി പച്ചമണം മാറി കഴിയുമ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന മുളക് ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ മുളക് അരച്ചപ്പം ഉപ്പ് ചേർത്താണല്ലോ അരച്ചത്. അപ്പം നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇപ്പോൾ ചട്നിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. സെഷ്വാൻ മോമോസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത്രയും ചട്നിയുടെ ആവശ്യമില്ല. അപ്പം നമുക്കിത് കുറച്ചെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു ചട്നി നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ ഇത് ചേർത്ത് പല പല വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ചേർത്തിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ റെസിപ്പി ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമുക്ക് സെഷ്വാൻ മോമോസ് ഉണ്ടാക്കാം. ചട്നിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. ഈ ഒരു പരുവത്തിലാണ് ചട്നി ഇരിക്കേണ്ടത്. എങ്കിലേ നമുക്ക് മോമോസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്കൊരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മോമോസ് നമുക്ക് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് മോമോസിലെല്ലാം ചട്നി കോട്ട് ചെയ്യത്തക്ക പോലെ പതിയെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും. സെഷ്വാൻ ചട്നിയിലുള്ള വെളുത്തുള്ളിയും എരിവും ചെറിയ പുളിയും മധുരവും ഒക്കെയായി നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മോമോസിന്. ഇനി ഈ ജാറിൽ തന്നെ മോമോ ചട്നിയും അരച്ചെടുക്കാം. ഒരു 10ഓളം മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ അധികം എരിവില്ലാത്ത മുളകാണ്. എരിവുള്ളതാണെങ്കിൽ ഒരു 5-6 എണ്ണം എടുത്താൽ മതി. ഈ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറുതായി മുറിച്ച് നമുക്ക് മുളകിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 6 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് ചട്നി ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ ഈസി ആയിട്ടുള്ള ഓയിലൊന്നും ചേർക്കാത്ത മോമോ ചട്നി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റീംഡ് മോമോസും കൂടെ നല്ല അടിപൊളി മോമോ ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഒപ്പം വെറൈറ്റി ആയിട്ടുള്ള സെഷ്വാൻ മോമോസും റെഡി ആയിട്ടുണ്ട്. മയണൈസ് കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് സെഷ്വാൻ മോമോസ്. മോമോസ് എപ്പോഴും കഴിക്കുമ്പം നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി വരാം. ബൈ.